കല്യാണം ആരോഗ്യം സുഖസമ്പദം ശത്രുബുദ്ധിവിനാശായ ധീരജ്യോതിർനമോസ്തുതേ ധീരജ്യോതികരം ബ്രഹ്മ ധീരജ്യോതിജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ. ഓം ഹസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതഞ്ജയ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ധർമ്മചിന്തനത്തിനും ധർമ്മ ഏകോപനത്തിനും അതുപോലെ തന്നെ ധർമ്മസ്ഥാപനത്തിനും ഉദ്ദേശിച്ചുകൊണ്ട് ഭാരതത്തിലെ ഹൈന്ദവ നേതൃത്വം ഒത്തുചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകരെ വാർത്തെടുക്കുക, അവരെ സമാജ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തരാക്കി തീർക്കുക, യോഗ്യരാക്കി തീർക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യമായ പ്ലാറ്റ്ഫോമായിട്ടാണ് സത്സംഗ സമിതികൾ പ്രവർത്തിക്കുന്നത്. സത്സംഗ സമിതികളിൽ കൂടിയാണ് ധാർമ്മികമായ അതിന് ചേർന്ന് വന്നിട്ടുള്ള സാംസ്കാരികമായ ആചരണ വ്യവസ്ഥകളും സ്വഭാവവിശേഷങ്ങളുമൊക്കെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കാരണം ഭാരതത്തിൻ്റെ ആചാര്യന്മാരൊക്കെ തന്നെ എല്ലാ കാലത്തും വളരെ വിശേഷ രൂപേണ പ്രശംസിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് സത്സംഗം എന്നുള്ളത്. ഭാരതത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ കൂടെ അല്ലാതെ തന്നെ ഇപ്പം യവന ചിന്തകരുടെ ഭാഗത്താണെങ്കിലും സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ സമയത്ത് സോക്രട്ടീസ് പറയുമായിരുന്നു, എൻ്റെ അടുക്കൽ വന്നിട്ട് പോകുന്ന നീ മറ്റൊരാളായിരിക്കും എന്ന്. ഇത് ലോകത്തിലെല്ലാം അപ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ കഴിയും. അവൻ ഏതെങ്കിലും തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദൂഷ്യവശങ്ങൾ അവൻ്റെ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് നല്ലൊരു സംഘം വഴി, നല്ലൊരു ചേർച്ച വഴി, നല്ലൊരു കൂട്ടായ്മ വഴി പരിഹരിക്കുവാൻ കഴിയും, പരിഹരിക്കപ്പെടും എന്നതാണ് ആചാര്യന്മാരൊക്കെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇതിൻ്റെ പ്രവർത്തകരെ മുഴുവൻ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും അവർക്ക് ആ സംസ്കാരോചിതമായി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ രൂപപ്പെടുത്തൽ മുഴുവൻ സാധ്യമാക്കും വണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന സത്സംഗ സമിതികളെ ചലിപ്പിക്കുന്നത്. ഇതൊരു വലിയ യന്ത്രമാണ്. വാൽമീകി മഹർഷി, കാട്ടാളനായിരുന്ന വാൽമീകി മഹർഷി ആ കാട്ടാളത്വം ഉപേക്ഷിക്കുന്നതിന് കാരണമായത് നാരദ മഹർഷിയുമായിട്ടുള്ള സത്സംഗമാണ്.
അതുപോലെ തന്നെ രാമായണത്തിൽ വീണ്ടും വരും. ഈ രാമായണ സന്ദർഭത്തിൽ വളരെ വിശേഷമായി ചിന്തിക്കാം. ശബരിയുടെ മോക്ഷം സാധ്യമാക്കിയത് ശ്രീരാമൻ്റെ പാദസ്പർശം, ശ്രീരാമനുമായിട്ടുള്ള ദർശനം. അപ്പോൾ ഇതെല്ലാം സത്സംഗത്തിൻ്റെ മഹത്വമാണ്. ഈ സത്സംഗം അതുകൊണ്ട് തന്നെ നല്ല സംഘങ്ങളെ രൂപപ്പെടുത്തുക, അത് നമുക്ക് എല്ലാ മേഖലകളിലും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല സംഘങ്ങൾ വീട്ടിൽ തന്നെ, വീടുകളിൽ, ഗൃഹങ്ങളിലൊക്കെ പറയും അച്ഛനമ്മമാർ, ഇവിടെ ദുഷിച്ച കൂട്ടുകെട്ടിൽ പോയി ചാടരുതേ, ദുഷിച്ച കൂട്ടുകെട്ടിൽ പോയാൽ നീ നശിച്ചു പോകാൻ ഇടവരും. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നീ കണ്ടെത്തുക. ഈ നല്ല കൂട്ടുകാരുടെ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ സത്സംഗം എന്ന് പറയുന്നത്. നല്ല ആളുകളുടെ കൂട്ടം, നല്ല ആളുകളുമായിട്ടുള്ള സംഘം, കൂട്ടായ്മ. ആ സത്സംഗം ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ് വിശ്വഹിന്ദു പരിഷത്ത് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ദീപവും അതുപോലെ തന്നെ ഒരു സന്ദേശവും, ധർമ്മവിഷയത്തിൽ ഏതെങ്കിലും ചില കഥകളും, അതുപോലെ തന്നെ സാരോപദേശം, സുഭാഷിതം തുടങ്ങിയതും, ദേശരക്ഷയുടെ സന്ദേശവും, ഭജനകളും, ഈശ്വരസ്തുതി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ ഈശ്വരസ്തുതിയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രയത്നമാണ് അതുകൊണ്ട് തന്നെ സത്സംഗം ചെയ്യുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ആ സത്സംഗത്തിൻ്റെ മഹത്വം പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. വാസ്തവത്തിൽ നമ്മളുടെ വ്യവസ്ഥകളുടെ മുഴുവൻ അടിസ്ഥാനം ആചാര്യസ്വാമികൾ അതിൽ വെച്ചിട്ടുണ്ട്. സത്സംഗം കൊണ്ട് സത്സംഗത്വേ നിസ്സംഗത്വം, അതായത് നമ്മളിലുള്ള അഭിമാനബോധം, എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി തുടങ്ങിയുള്ള ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ ബോധം, അതെപ്പോഴും നമ്മളെ നാശത്തിലേക്ക് തന്നെ നയിക്കും, അല്ലെങ്കിൽ സമാജത്തിന് അവരെ കൊണ്ട് ഗുണമുണ്ടാവില്ലേ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നല്ല സംഘം വഴി ഈ ഒരു ഡിറ്റാച്ച്ഡ് മൈൻഡ്, ഒരു നിസ്സംഗ മനസ്സ് രൂപപ്പെടും. ഈ നിസ്സംഗ മനസ്സിൽ നിന്ന് നിസ്സംഗത്വേ നിർമോഹത്വം, മോഹം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതെനിക്ക് സുഖമാണോ നൽകുക, അല്ലെങ്കിൽ ദുഃഖമാണോ നൽകുക എന്നറിയാൻ കഴിയാത്ത ബോധാവസ്ഥയാണ് മോഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മോഹാവസ്ഥ കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ആ നിർമോഹത്വം, ആ വ്യവസ്ഥ, അതായത് തിരിച്ചറിയാൻ കഴിയാത്ത ആ ബോധാവസ്ഥ പരിഹരിക്കപ്പെടണം. അതാണ് നിർമോഹത്വം എന്ന് പറയുന്ന വ്യവസ്ഥ. നിർമോഹത്വേ നിശ്ചലതത്വം, ചിത്തത്തിൻ്റെ വലിയ സഞ്ചാരം എന്ന് പറയുന്ന മനസ്സിൻ്റെ വലിയ ഒരു സ്വസ്ഥതയുമില്ലാത്ത രീതിയിൽ മനസ്സ് ചലിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് സ്ഥിതപ്രജ്ഞത്വത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഇളകാത്ത ദീപം പോലെ നിൽക്കുന്ന ബോധാവസ്ഥയിലേക്ക് ഒക്കെ എത്തിക്കുകയാണ് നിശ്ചലതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിശ്ചലതത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ, അതാണ് പതഞ്ജലി വാസ്തവത്തിൽ ധാരണ എന്ന് പറയുന്ന രൂപത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത്. ധാരണ എന്ന് പറയുന്ന യമനിയമങ്ങളിൽ പറയുന്ന ധാരണ എന്ന് പറയുന്ന അവസ്ഥയാണത്. ആ നിശ്ചലതത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ നിശ്ചലതത്വേ ജീവൻ മുക്തി. അത് പ്രാപിച്ചവന് ഈ മനസ്സിൻ്റെ സഞ്ചാരം അടങ്ങി എന്നതുകൊണ്ട് വാസന ബീജങ്ങൾ ക്ഷയിക്കപ്പെടും, നിർബീജമാക്കപ്പെടും. ആ നിർബീജമാക്കപ്പെട്ടത് വഴി അവൻ്റെ കർമ്മ വ്യാപാരങ്ങൾ ചുരുങ്ങി വരും. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഭുജിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അവൻ ജനിക്കേണ്ടതായിട്ട് വരില്ല. ഇതാണ് അതുകൊണ്ട് അത്രയും മോക്ഷവ്യവസ്ഥ വരെ, ജീവൻ മുക്തി എന്ന് പറയുന്ന മോക്ഷവ്യവസ്ഥ വരെ ഒരാളെ എത്തിക്കുന്നതിന് പര്യാപ്തമായ ഒരു രീതിയിലാണ് ആചാര്യസ്വാമികൾ ഈ സത്സംഗത്തെ പറഞ്ഞിട്ടുള്ളത്, സത്സംഗം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യവസ്ഥയാണ് ഈ നമ്മളുടെ സംഘടന വിശ്വഹിന്ദു പരിഷത്ത്. ദേശമെമ്പാടും ലോകത്തെവിടെയൊക്കെ ഹിന്ദുക്കളുണ്ടോ ആ ഹൈന്ദവ സമൂഹത്തിൻ്റെ മുഴുവൻ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ഉണർവിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. സത്സംഗത്താൽ നമുക്ക് ഏവർക്കും ഉണരുവാനും അതുവഴി സമാജത്തിൽ ധർമ്മത്തിൻ്റെ ഏകോപനം സാധ്യമാക്കുവാനും ഉള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്നും, ആ ശ്രമത്തിന് ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി.
യം വൈദികാ മന്ത്രദൃശ പുരാണ ഇന്ദ്രം യമം മാതരിശ്വാനമാഹു വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവയിത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ബുദ്ധസ്തദാർഗൻ നിധി ബൗദ്ധജൈന ശ്രീയകാലേതി ച സിക്കസന്ദാ ശാസ്തേതി കേചിത് പ്രകൃതി കുമാരാ സ്വാമീതി മാതേതി പിതേതി ഭക്ത്യാ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സേകയേവ പ്രഭുരദ്വിതീയ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾവായേ പ്രഭോ ഗണപതേ ഗണപതേ ഗണപതേ. ശാന്തു വേണമെങ്കി സ്തുതി പാടിയാടിയുന്തൻ സന്നിധി ശരണടന്തോമേ ശാന്തി
സ്തുതി ആടിയാടിയുന്തൻ സന്നിധി ശരണടന്തോമേ ശാന്തചിത്ത സൗഭാഗ്യം യാവയും ശാന്തചിത്ത സൗഭാഗ്യം യാവയും തന്തരുൾ സദ്ഗുരു നീയേ തന്തരുൾ സദ്ഗുരു നീയേ തന്തരുൾ സദ്ഗുരു നീയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കുറുമ്പക്കാവിലമ്മ കൂട്ടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. കുംഭക്കാവിലമ്മ കൂട്ടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ. കറുത്തവളെ കാർമേഘ കുന്തലണിഞ്ഞവളെ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കറുകറുത്തവളെ കാർമേഘ കുന്തലണിഞ്ഞവളെ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ. അഘോരമൂർത്തേ അഘോരമൂർത്തേ ആനന്ദ നടരാജ വിഹാരമൂർത്തേ അഘോരമൂർത്തേ അഘോരമൂർത്തേ ആനന്ദ നടരാജ വിഹാരമൂർത്തേ. ഏഴാനകൾക്കധിപൻ ദക്ഷിണാമൂർത്തി ഏറ്റുമാനൂരപ്പനെ കൈതൊഴുന്നേ. ഏഴാനകൾക്കധിപൻ ദക്ഷിണാമൂർത്തി ഏറ്റുമാനൂരപ്പനെ കൈതൊഴുന്നേ. ശംഭോ മഹാദേവ ശിവശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശിവശംഭോ മഹാദേവ. അഘോരമൂർത്തേ അഘോരമൂർത്തേ ആനന്ദ നടരാജ വിഹാരമൂർത്തേ അഘോരമൂർത്തേ അഘോരമൂർത്തേ ആനന്ദ നടരാജ വിഹാരമൂർത്തേ. പീലിക്കൂന്തൽക്കു ചുറ്റും പുതുമലരണിമാലഞ്ചിതം പൊൻകിരീടം ഭാലേ മിന്നുന്ന പൊട്ടും
വെളിച്ചം മഞ്ഞപ്പട്ടാടയാറരയും മഞ്ഞപ്പട്ടാടയാറരയും അതിനുമേലെ കിങ്ങിണിച്ചാർത്തുമായി കോലും കൈക്കൊണ്ട കോലം മമ മനസി വിചാരിച്ചിടാൻ തോന്നിടണം. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിലൊന്നിരിക്കുമോ. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിലൊന്നിരിക്കുമോ. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിൽ നിരിക്കുമോ. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ നിരിക്കുമോ. ഓമനത്വമുള്ള നിന്റെ പൂവുടൽ ഓമനത്വമുള്ള നിന്റെ പൂവുടൽ ഞാനൊന്നു വാരി പുണരട്ടെ കണ്ണാ. ഞാനൊന്നു വാരി പുണരട്ടെ കണ്ണാ. ഒരായിരം ഉമ്മതരാം കണ്ണാ. ഒരായിരം ഉമ്മതരാം കണ്ണാ. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിൽ നിരിക്കുമോ. ഓടക്കുഴലൂതി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിലൊന്നിരിക്കും. സുഭാഷിതം. സർവതീർത്ഥമയീ മാതാ സർവദേവ സമംവിദാ മാതരം പിതരം തസ്മാത് സർവയജ്ഞേഷു പൂജയേത്. എല്ലാ തീർത്ഥങ്ങൾക്കും സമമാണ് അമ്മ. എല്ലാ ദേവന്മാർക്കും സമമാണ് അച്ഛൻ. അതുകൊണ്ട് ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങണം. സർവതീർത്ഥമയീ മാതാ സർവദേവ സമംവിദാ മാതരം പിതരം തസ്മാത് സർവയജ്ഞേഷു പൂജയേത്. ഉദ്ബോധനവാക്യം. ഹിന്ദവാ സോദരാ സർവേ ഹിന്ദുക്കൾ എല്ലാവരും സഹോദരന്മാരാണ്. ന ഹിന്ദു പതിതോ ഭവേത് ഹിന്ദുക്കളിൽ പതിതരായി ആരുമില്ല. ഹിന്ദുരക്ഷ മമ ദീക്ഷ ഹിന്ദുധർമ്മത്തിന്റെ രക്ഷയാണ് എൻ്റെ വ്രതം. മമ മന്ത്ര സമാനത സമഭാവനയാണ് എൻ്റെ മന്ത്രം. ധർമ്മോ രക്ഷതി രക്ഷിതഃ
ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും. സംഘേ ശക്തി കലൗ യുഗേ സംഘേ ശക്തി കലൗ യുഗേ. സംഘേ ശക്തി കലൗ യുഗേ. കലിയുഗത്തിൽ സംഘടനയിലാണ് ശക്തി. കലിയുഗത്തിൽ സംഘടനയിലാണ് ശക്തി. അമൃതവചനം. മഹർഷി അരവിന്ദ ഘോഷ്. അന്യരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വന്തം സുഖം ത്യജിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യജീവിയുടെ മൗലിക ധർമ്മം. ആ ത്യാഗത്തിലൂടെ സ്വാർത്ഥത്തിൽ നിന്ന് അകലും തോറും നാം സുഖികളായി ഭവിക്കുന്നു. എല്ലാവരും ഇതറിയുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യ സമുദായം അതിമാനുഷത്വത്തിൽ എത്തിച്ചേരുന്നു. ആ ദൈവത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അഹിംസാ വ്രതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സത്സംഗത്തിൽ ഇനിയൊരു കഥയാണ്. ആ കഥയെന്ന് പറയുന്നത് സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കുറച്ച് മുന്നേ സ്വാമിജി പറഞ്ഞു. നല്ല ആളുകൾ കൂടിച്ചേർന്ന് നല്ല സംസ്കാരവും നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല ജീവിത രീതിയും ഒക്കെയുള്ള ആളുകൾ കൂടിച്ചേരുന്നിടത്ത് നമ്മളും അതോട് ഒപ്പം ചേരുമ്പം നമ്മളും സൽസ്വഭാവികളും ഗുണശീലമുള്ളവരും ഒക്കെയായി മാറുന്നു എന്നാണ് സ്വാമിജി പറഞ്ഞതിൻ്റെ അർത്ഥം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ സത്സംഗത്തിൽ ഒരു കഥ പറയാനാണ്, സത്സംഗത്തിൻ്റെ തന്നെ കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രൗഹിണേയൻ ഒരു കള്ളൻ്റെ മകനായിരുന്നു. ആ കള്ളൻ്റെ മകനായിരുന്നുവെങ്കിലും രൗഹിണേയൻ ഒരു സൽസ്വഭാവിയായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛനായിട്ടുള്ള കള്ളന് ഏതൊരു അച്ഛനെയും പോലെ ഒരു ഡോക്ടർക്ക് തൻ്റെ മകൻ ഡോക്ടറാകണമെന്ന് ആഗ്രഹിക്കും, ഒരു ടീച്ചർ തൻ്റെ മകൻ ടീച്ചറാകണമെന്ന് ആഗ്രഹിക്കും. അതേപോലെ ഈ കള്ളന് ആഗ്രഹം തന്നെക്കാളിൽ വലിയൊരു കള്ളനാകണം തൻ്റെ മകൻ എന്നുള്ളതായിരുന്നു. അതായത് തന്നെക്കാട്ടിൽ ലോകം കേട്ടാൽ പരിഭ്രമിക്കുന്ന പേടിക്കുന്ന ഒരു കള്ളനാകണം തൻ്റെ മകൻ എന്നായിരുന്നു രൗഹിണേയൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ രൗഹിണേയനെ ഇതേപോലെയുള്ള സജ്ജനങ്ങളുമായിട്ട് സഹവർത്തിത്വത്തിന് അല്ലെങ്കിൽ അവരുമായിട്ട് കഴിഞ്ഞുകൂടുവാനായിട്ട് രൗഹിണേയൻ്റെ അച്ഛൻ തയ്യാറായില്ല. ആ കുട്ടിയെ മറ്റുള്ളവർക്കൊപ്പം പരിഗണിച്ച് അല്ലെങ്കിൽ അവരുടെ ഒപ്പം കഴിയുവാനായിട്ട് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അന്നത്തെ കാലത്ത് രാജകൊട്ടാരത്തിൽ കയറി മോഷണം നടത്തുക എന്നുള്ളത്. തൻ്റെ ധീരകൃത്യം അല്ലെങ്കിൽ തൻ്റെ ധീരത മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് രാജകൊട്ടാരത്തിൽ രാജഭടന്മാരുടെ കണ്ണ് വെട്ടിച്ച് രാജകൊട്ടാരത്തിൽ കടന്ന് മോഷ്ടിക്കണം എന്നായിരുന്നു രൗഹിണേയൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. അതിനു മുന്നേ അദ്ദേഹം രോഗശയ്യയിലായി. പക്ഷെ എന്നിട്ടും അദ്ദേഹം തൻ്റെ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ആ ഒരു തീരുമാനത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിച്ചില്ല. അദ്ദേഹം മരണസമയത്ത് തൻ്റെ മകനെ വിളിച്ച് ഒരു ഉപദേശം കൊടുത്തു. നീ ഒരു കാലത്തും ഒരു സത്സംഗത്തിലും പങ്കെടുത്തുകൂടാ. എവിടെയെങ്കിലും സത്സംഗം കണ്ടാൽ അവിടെ നിന്നും ഓടി ഒളിക്കണം എന്നാണ് തൻ്റെ മകനെ രൗഹിണേയൻ്റെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത്. അതിൻ പ്രകാരം അച്ഛൻ്റെ മരണശേഷം രൗഹിണേയനും ഒരു കള്ളനായി. അവൻ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ആരംഭിച്ചു. പല ആളുകളുടെയും കയ്യിൽ നിന്നും അവരുടെ സ്വത്തുവകകൾ പിടിച്ചു പറിച്ചു. ഒക്കെ കഴിഞ്ഞില്ല. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റണം. അതെന്തായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം? അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിൽ കയറി മോഷ്ടിക്കുക, രാജഭടന്മാരുടെ കണ്ണ് വെട്ടിച്ച് രാജകൊട്ടാരത്തിൽ കയറി മോഷ്ടിക്കണം എന്നുള്ളതായിരുന്നു രൗഹിണേയൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. രൗഹിണേയൻ തൻ്റെ ഏതു വിധേനയും തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ട് ഒരിക്കലും താൻ അച്ഛൻ്റെ ആ വാക്കുകൾ മറന്നില്ല. രൗഹിണേയൻ ഒരിക്കലും അച്ഛൻ്റെ വാക്കുകൾ മറക്കാതെ ഒരിക്കലും ഒരു സത്സംഗത്തിലോ നല്ല ആളുകളുമായിട്ടോ ഇടപഴകുവാനായിട്ട് രൗഹിണേയൻ ശ്രമിച്ചതുമില്ല. അങ്ങനെ ഒരു ദിവസം രൗഹിണേയന് ആ ഒരു സൗഭാഗ്യം ഒത്തുവന്നു. എന്താ രൗഹിണേയൻ്റെ സൗഭാഗ്യം? രാജകൊട്ടാരത്തിൽ കയറി മോഷ്ടിക്കുക എന്നുള്ളത്. അങ്ങനെ രൗഹിണേയന് ആ സമയത്ത് ഒരു സന്ദർഭം ഒത്തുവന്നു. രൗഹിണേയൻ രാജകൊട്ടാരത്തിലേക്ക് രാജഭടന്മാരറിയാതെ കയറി ചെന്നു. അവിടെ ചെന്നിട്ട് രാജകൊട്ടാരത്തിലെ സ്വത്തുവകളൊക്കെ അപഹരിച്ച് അയാൾ തിരികെ ഇറങ്ങുമ്പോഴേക്കും രാജഭടന്മാരുടെ കണ്ണിൽപ്പെട്ടു. അയാൾ പ്രാണനും കൊണ്ട് ഓടി. താൻ മോഷ്ടിച്ച സ്വത്തുക്കളൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പ്രാണനും കൊണ്ട് ഓടി. പക്ഷേ
രാജഭടന്മാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം പിന്തുടർന്നു. രൗഹിണയൻ്റെ ഒപ്പം തന്നെ പിന്തുടർന്നു. രൗഹിണയൻ ഓടി 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 ഒരു വലിയ മതിലിൻ്റെ അടുത്ത് വന്നു. ഇപ്പം എന്നിട്ട് എന്തു ചെയ്തു രൗഹിണയൻ? മറ്റൊന്നും എവിടേക്കും പോകാൻ വഴിയില്ല. രൗഹിണയൻ ഈ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പം അവിടെ ഒരു സത്സംഗം നടക്കുന്ന സ്ഥലമായിരുന്നു. കുറേ ആളുകൾ ഇരുന്ന് ഒരാചാര്യൻ്റെ പ്രഭാഷണം കേൾക്കുന്നു. അവരെല്ലാവരും ഭക്തി ലഹരിയിൽ ഇങ്ങനെ ആറാടിയിരിക്കുന്നു. രൗഹിണയൻ ആ സ്ഥലത്തേക്ക് എടുത്തു ചാടുമ്പോൾ രൗഹിണയൻ്റെ ചെവിയിലേക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം പതിച്ചു. ഒന്ന്, ദേവലോകത്തുള്ളവരുടെ പാദം നിലത്തുറയ്ക്കാറില്ല. മറ്റൊന്ന്, ദേവലോകത്തുള്ളവർ വിയർക്കാറില്ല. ഈ 2 വാക്കാണ് ആ സമയത്ത് ആചാര്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 2 വാക്ക് രൗഹിണയന്റെ ചെവിയിലേക്ക് വന്നു പതിച്ചതും ഇതൊരു സത്സംഗ സ്ഥലമാണല്ലോ എന്ന് കേട്ടിട്ട് പെട്ടെന്ന് തന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ രൗഹിണയന് ഓർമ്മ വന്നു. ഒരിക്കലും ഒരു സത്സംഗം നടക്കുന്ന സ്ഥലത്ത് പോകാൻ പാടില്ല. അയാൾ തന്റെ ചെവി 2 ഇനി ഒരു വാക്ക് പോലും താൻ കേട്ടൂടാ, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ചെവി 2 പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ആ മതിൽ വീണ്ടും എടുത്തു ചാടി ഇയാൾ വന്ന് വീഴുന്നത് രാജഭടന്മാരുടെ മുമ്പിലേക്ക് തന്നെ ആയിരുന്നു. രാജഭടന്മാർ ഇയാളെ പിടികൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്ന് ഇതിനു മുന്നേ എവിടുന്നെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള തെളിവെടുപ്പുകൾ നടക്കുമ്പോൾ ഇയാൾ ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറായില്ല താനൊരു കള്ളനാണെന്ന്. പഠിച്ച കള്ളന്റെ ലക്ഷണം അത് തന്നെ ആയതുകൊണ്ട് താനൊരു കള്ളനാണെന്ന് അയാൾ ഒരിക്കലും സമ്മതിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ രൗഹിണയൻ സമ്മതിച്ചില്ല, താനൊരു കള്ളനാണെന്ന് സമ്മതിച്ചില്ല. ഒടുവിൽ എന്തു ചെയ്തു? രാജഭടന്മാർ കുറച്ച് ഒരു അല്പം പാനീയം ഇയാൾക്ക് കുടിക്കുവാനായിട്ട് കൊടുത്തു. അത് ഏകദേശം ഒരു അല്പം ലഹരി അടങ്ങിയ വസ്തുവായിരുന്നു. ഒരു പാതി മയക്കത്തിലേക്ക് രൗഹിണയൻ ഇങ്ങനെ വീണ് കണ്ണ് തുറന്ന് നോക്കുമ്പം രൗഹിണയന്റെ മുമ്പിൽ ഒരു വലിയ മായാപ്രപഞ്ചമാണ് രൗഹിണയനെ കാണാൻ സാധിച്ചത്. ദിവ്യവസ്ത്രങ്ങളൊക്കെ ഇട്ട ഒരുപാട് ആളുകൾ ഇരിക്കുന്നു സിംഹാസനത്തിൽ. അതേപോലെ തന്നെ ദിവ്യവസ്ത്രങ്ങളിട്ട ഒരാളിരിക്കുന്നു. അപ്പൊ അവിടെ നിന്നും ഭടന്മാർ ഇങ്ങനെ പറഞ്ഞു, രൗഹിണയ, നീ മരിച്ചു പോയിരിക്കുന്നു, നീ ദേവലോകത്ത് എത്തിയിരിക്കുന്നു. ഇനി നിനക്ക് കള്ളമൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞുകൊള്ളൂ. ഇവിടെ നീ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിനക്ക് കൊടിയ ശിക്ഷകളാണ് നിന്നെ തിരക്കിയിരിക്കുന്നതെന്ന് ഈ നല്ല വസ്ത്രങ്ങളിട്ട ഒരു ഭടൻ പറഞ്ഞു. രൗഹിണയന് ആകപ്പാടെ പരിഭ്രമമായി. ആ ഒരു അല്പം മയക്കത്തിൽ പോലും അയാൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ പാദം നിലത്തുറച്ചിരിക്കുന്നു. ഈ ആളുകളെയൊക്കെ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. രൗഹിണയന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അയാൾ ആ ചെന്നുപെട്ട ആ സത്സംഗ സ്ഥലത്ത് നിന്നും ആ ആചാര്യൻ പറഞ്ഞ വാക്കുകൾ അപ്പോൾ രൗഹിണയന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തായിരുന്നു ആ വാക്കുകൾ? ദേവലോകത്തുള്ളവർ വിയർക്കാറില്ല, ദേവലോകത്തുള്ളവരുടെ പാദം നിലത്തുറയ്ക്കാറില്ല. രൗഹിണയന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. തന്നെ ചതിവിൽ പെടുത്താനായിട്ട് തനിക്ക് എന്തോ മയങ്ങാനുള്ള ദ്രാവകം തന്നിട്ട് തന്നെ കൊണ്ട് സത്യം പറയിക്കുവാനുള്ള രാജഭടന്മാരുടെ തന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് രൗഹിണയൻ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ശരിക്കും ഞാൻ കള്ളനാണ്. ഞാൻ മോഷ്ടിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങളും രാജകൊട്ടാരത്തിൽ കയറിയ വഴികളും എല്ലാം അയാൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് ശരിക്കുള്ള ബോധത്തോടു കൂടി തന്നെയാണ്. ഇത് ദേവലോകമല്ലെന്നും നിങ്ങൾ രാജകിങ്കരന്മാരാണെന്നും അവിടെ ഇരിക്കുന്നത് രാജാവാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ ഒരു തെറ്റു തിരുത്തുവാൻ തയ്യാറായിരിക്കുന്നു. ഒരു ജീവിതത്തിൽ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരു അല്പസമയം, ഒരു മിനിറ്റ് കൊണ്ട് ഒരു ആചാര്യൻ്റെ വായിൽ നിന്നും 2 വാക്കുകൾ ഞാൻ കേട്ടു. ഒന്ന്, ദേവലോകത്തുള്ളവരുടെ പാദം നിലത്തുറയ്ക്കാറില്ല. മറ്റൊന്ന്, ദേവലോകത്തുള്ളവർ വിയർക്കാറില്ല. ഈ 2 കാര്യം ഞാൻ കേട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ വലിയൊരു ചതിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന്. പക്ഷേ അതിലും വലിയൊരു കാര്യമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ആ 2 വാക്കുകൾ ഞാൻ കേട്ടതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ കള്ളം പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആ 2 വാക്കുകൾ കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത് ചതിവാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എങ്ങനെയുള്ള ആളുകളുടെ കൂടെ സഹവസിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് കള്ളനായി മാറുമായിരുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ എനിക്കൊരു അവസരം തരാമെങ്കിൽ ഞാൻ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ തീരുമാനിച്ചു. സത്സംഗത്തിൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ 2 വാക്കുകൾ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ഉതകുന്നതാണ്. അല്ലെങ്കിൽ ആ 2 വാക്കുകൾ ഞാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ മരണത്തിനു കീഴടങ്ങുമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തൻ്റെ തെറ്റുകൾ രൗഹിണയൻ ഏറ്റുപറഞ്ഞു. തെറ്റേറ്റുപറഞ്ഞ രൗഹിണയനോട് രാജാവിന് വളരെയധികം അലിവ് തോന്നി. അദ്ദേഹം രൗഹിണയന് തൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് ഒരു നല്ല വ്യക്തിയായിട്ട് തീരുവാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചു. നമുക്ക് ഈ കഥയിൽ നിന്നും ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ഒരു നിമിഷത്തെ സത്സംഗം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആളുകൾക്കും നല്ല നല്ല ആളുകളുടെ കൂടെ
കൂട്ടുചേർന്ന് നല്ല നല്ല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഇതേപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതം സുന്ദരമാക്കാം. മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ജാതിമത ചിന്തകൾക്ക് അപ്പുറമായിട്ട് ചിന്തിക്കുവാനും നല്ലൊരു ലോകം വാർത്തെടുക്കുവാനും അതുവഴി കഴിയും. അതുകൊണ്ട് സത്സംഗം നാടിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ആദിശങ്കരനാത്മബോധമുയർന്നൊരു കേരളം, ഉയർന്നൊരു കേരളം, ദ്വൈതമില്ലദ്വൈതമെല്ലാമെന്ന ബോധമുദിച്ചിടം. മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ. ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ലദ്വൈതമെല്ലാമെന്ന ബോധമുദിച്ചിടം. ശിലയ ശിവനായി പ്രാണനേകിയ നാണു ഗുരുവിൻ കേരളം. ജാതിമതിലുകൾ തീണ്ടൽ വേലിക്ക് നാമരിച്ചു കളഞ്ഞിടം. വില്ലുവണ്ടിയിലെത്തിയൻ കാളി കാട്ടിയ നേർവഴി, കാട്ടി നേർവഴി, മന്നമെന്ന മഹാരഥി കണി ചേർന്നു പാതകൾ വീണ്ടിടം. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ലദ്വൈതമെല്ലാമെന്ന ബോധമുദിച്ചിടം. അന്തണൻ മുതലന്ത്യജൻ വരെയുള്ള മാനവരേവരും വേദവാങ്മയമൊന്നുപോലെ പകർന്ന ഗുരുചട്ടമ്പിയും പന്തി ഭോജനമാലെ തീണ്ടലൊഴിച്ചു തീക്കി കറുപ്പനും മുന്തിരി കിണറാലയിത്തമൊടുക്കി അയ്യാ സ്വാമിയും ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ലദ്വൈതമെല്ലാമെന്ന ബോധമുദിച്ചിടം.
നന്നായി പെറ്റു വളർന്ന പന്തിരുകുലമതെങ്കിലുമേ കർണാം നമ്മിലൊഴുകുവതേക ഭാരത രക്തമെന്നു നനയ്ക്കണം. വീരകേരളവർമ്മവേലു തമ്പി ചമ്പിലൊരരയനും എന്ന പോരിൽ നേടിയ കേരളനാമതോർക്കണം. സ്വാഭിമാനമതോർക്കണം. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം. ദ്വൈതമില്ല ദ്വൈതമല്ല എന്ന ബോധമുദിച്ചിടം. ദ്വൈതമില്ല ദ്വൈതമല്ല. തുഞ്ചനോതിയ രാമകഥയിലുണർന്ന ധാർമ്മിക കേരളം. കേരളം കുഞ്ചനിൽ ചെരിതുള്ളി ഗാഥകൾ പാടിയാടിയ നാടിത്. ഭാർഗവൻ മഴുവാലുയ ത്രിയൊരാശ കേരള നാടിനെ. സംഘമന്ത്രമുരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ. സംഘമന്ത്രമുരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം. ദ്വൈതമില്ല ദ്വൈതമല്ല എന്ന ബോധമുദിച്ചിടം. മാതൃഭാരത പാദപീഠമൈ താണു കേരള പുണ്യഭൂ. ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം. ദ്വൈതമില്ല ദ്വൈതമല്ല എന്ന ബോധമുദിച്ചിടം. മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ. ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമിടന്നിടം. ओम जय भारत माता मैया जय भारत।
दास संत सब वात्मीकि देवी दास संत सब ओम जय भारत माता। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्यां द्रविणं त्वमेव त्वमेव सर्वं मम देव देव। ॐ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ॐ सङ्गच्छध्वं संवदध्वं संवो मनांसि जानतां देवाभागं यथा पूर्वे संजानान उपासते। ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्ति। सच्चिदानंद भगवान की जय। भारत माता की जय। गौ माता की जय। गंगा माता की जय। श्री राम जन्मभूमि की जय। श्री कृष्ण जन्मभूमि की जय। काशी विश्वनाथ की जय। पवन सुत हनुमान की जय। बोलो भाई सब संतों की जय। बोलो भाई सब भक्तों की जय। धर्म की जय हो अधर्म का नाश हो प्राणियों में सद्भावना हो विश्व का कल्याण हो गोवंश हत्या बंद हो धर्मांतरण बंद हो भारत अखंड हो। हर हर महादेवा।